റൂമിൽ വന്ന് ഗോവിന്ദാണെങ്കിലും അജാസിനെ വിളിക്കുകയാണ്. അജാസ് ആണെങ്കിൽ അവർണികയ്ക്ക് ഇങ്ങനെ കാവലിരിക്കുകയായിരിക്കും കേട്ടോ. എന്നിട്ട് അവർണിക ഇനിയിപ്പോൾ ഒന്നും ചെയ്യില്ല, എനിക്ക് ഇനിയിപ്പോൾ സന്തോഷമായി, അവൾ പഴയ ജീവിതത്തിൽ തന്നെ വന്നു, ഇനിയിപ്പോൾ എനിക്ക് അവൾ ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറപ്പായി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമായിരിക്കും. ഈ സമയമായിരിക്കും ഗോവിന്ദ് ഫോൺ വിളിക്കുന്നത്. അങ്ങനെ ഫോൺ എടുത്തതിന് ശേഷം അജാസിൻ്റെ അടുത്ത് ഗോവിന്ദ് പറയാണ്, എനിക്ക് എത്രയും പെട്ടെന്ന് അനാർക്കലി എന്ന് പറയുന്ന ആളെ എവിടെയാണ് താമസം, എനിക്ക് എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടണം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അജാസ് ആണെങ്കിലും അന്ന് കിഷോറിനെ കൊല്ലാൻ വേണ്ടി പോയ സമയത്ത് ആ കോളിൽ അനാർക്കലി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആരായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുക കേട്ടോ, അനാർക്കലി ആരായിരിക്കും എന്നുള്ള കാര്യം. എന്നിട്ട് പിന്നെ ആ ഒരു കാര്യമൊക്കെ ഗോവിന്ദൻ്റെ അടുത്ത് ഞാൻ എത്രയും പെട്ടെന്ന് അത് അറേഞ്ച് ചെയ്തോളാം നിങ്ങൾ. എന്നിട്ട് ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് അനാർക്കലി കണ്ടുമുട്ടണം, അത് അവരറിയരുത്, അതുപോലെ ഗീതു ഈ കാര്യം അറിയാനേ പാടില്ല എന്നിങ്ങനെ അജാസിൻ്റെ അടുത്ത് പറയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ എവിടെ വെച്ച് കണ്ടുമുട്ടണം എന്നുള്ള കാര്യങ്ങളൊക്കെ അജാസിന് ഗോവിന്ദ് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഗോവിന്ദ് ആകെ എല്ലാം കൂടെ ടെൻഷനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടായിരിക്കും. ഈ സമയമായിരിക്കും ഗീത് കടന്നു വരുന്നത്. എന്നിട്ട് എന്ത് പറ്റി കണ്ണേട്ടാ, എന്താ ഇത്ര ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്, എന്താ ടെൻഷൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദിന് ഈ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് ചെയ്യുന്നത്, ഞാൻ ഓഫീസിലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുള്ള ടെൻഷനാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഹോ ഒരു ടെൻഷനും ഇല്ലെങ്കിൽ ഇല്ലാത്ത ടെൻഷൻ ഉണ്ടാക്കിയെടുക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കിക്കിളിയാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം മാറ്റിത്തരാം, കണ്ണേട്ടൻ്റെ ടെൻഷനൊക്കെ ഞാൻ ഇപ്പം മാറ്റിത്തരാമെന്ന് പറഞ്ഞ് അവരങ്ങനെ ബെഡിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. പിന്നെ അവർ ഭയങ്കര റൊമാൻസും കാര്യങ്ങളും അവരുടെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് ചെയ്യുന്നത്.